24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കേരളത്തിന്റെ വികസന കുതിപ്പിന് വേഗമാകാൻ കൊച്ചിയിൽ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി. വ്യവസായ അനുമതികൾ ചുവപ്പ് നാടയിൽ കുരുങ്ങില്ലെന്നാണ് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറപ്പ്. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാർ ഉറപ്പു നൽകി. വികസനത്തിന് പ്രതിപക്ഷവും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ലോകത്തിനു മുന്നിൽ നിക്ഷേപത്തിന് വാതിൽ തുറന്നിട്ട് കേരളം. ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ് സമയബന്ധിതമായി നൽകുമെന്ന് മുഖ്യമന്ത്രി. The government of Kerala shall strain every nerve and leave no stone unturned. കേരളത്തിലെ നിക്ഷേപത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണ ഉച്ചകോടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാർ ഉറപ്പു നൽകി. കേരളത്തിൽ 3 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് പൂർത്തീകരിക്കുന്നതെന്ന് റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. അന്താരാഷ്ട്ര നിലവാരമുള്ള വികസനമാണ് ലക്ഷ്യം. I will assure you that at least in my regime we will complete the work more than 3 lakh crores in Kerala. കേരളം നിക്ഷേപകരുടെ സ്വർഗമായെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിലെ നേതാക്കളും സംഗമത്തിന്റെ ഭാഗമായി. വികസനത്തിന് പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിലെ സംരംഭങ്ങൾ വരണം, അതിനുള്ള എല്ലാ പൂർണ്ണമായ പിന്തുണയും ഗവൺമെന്റിന് കൊടുക്കും. നെഗറ്റീവായിട്ട് നിൽക്കില്ല. 26 രാജ്യങ്ങളിൽ നിന്ന് 3000-ഓളം സംരംഭകരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. നിക്ഷേപത്തിന് താൽപര്യപത്രം ഒപ്പിട്ട കമ്പനികളുടെ പട്ടിക നാളെ പ്രഖ്യാപിക്കും. രാജ്യത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. ഈ സാഹചര്യത്തിൽ ആഗോള നിക്ഷേപക സംഗമത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷകളും ഉയരെ. ലുലു അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിന് മുന്നിൽ നിന്നും നിതിൻ അംബുജനൊപ്പം എസ് ശ്രീകാന്ത്, 24. സംസ്ഥാനത്ത് 30,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കരൺ അദാനി. ഇൻവെസ്റ്റ് കേരള നിക്ഷേപക ഉച്ചകോടിയിലാണ് പദ്ധതി പ്രഖ്യാപനം. വിഴിഞ്ഞം തുറമുഖത്തിനായി 20,000 കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തും. 850 കോടി രൂപ ആരോഗ്യ മേഖലയിൽ നിക്ഷേപിക്കുമെന്ന് ആസ്റ്റർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പരും പ്രഖ്യാപിച്ചു. Adani Group has already invested 5,000 crores in Vizhinjam Port and we are committing an additional investment of 20,000 crores. We will be expanding the Trivandrum International Airport from 4.5 million to 12 million passengers with an investment of 5,500 crores. In total, the Adani Group is going to invest 30,000 crores in the next 5 years in the state of Kerala. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി നല്ല കാര്യമെന്ന് ചാണ്ടി ഉമ്മൻ MLA. ലോകം മാറുമ്പോൾ കേരളവും മാറണം. അതിന് സർക്കാർ എടുക്കുന്ന ഏത് നിലപാടിനും ഒപ്പം നിൽക്കണമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. എന്താ പറയുക, നമ്മുടെ നാടിന്റെ വികസനമാണല്ലോ, അത് നല്ല കാര്യം. അല്പം വൈകി എന്നുള്ളൊരു ചിന്തയാണ് നമുക്കല്ല, നേരത്തെ ആവണമെന്നുള്ളത്. ഒരു രാഷ്ട്രീയമില്ല, ഇത് നമ്മൾ സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ പ്രശ്നം 9 വർഷം മുമ്പ് നടത്തണമായിരുന്നു. വരണം, വന്നേ പറ്റുള്ളൂ. കേരളം, ലോകം മാറുമ്പോൾ കേരളവും മാറണ്ടേ? കേരളം മാറിയേ പറ്റുള്ളൂ. അതിന് സർക്കാർ എടുക്കുന്ന ഏത് നിലപാടിനോടൊപ്പം നമ്മൾ നിൽക്കും. വ്യവസായികൾക്കേ അറിയുള്ളൂ, നേരിട്ട് അനുഭവമുള്ളത് അവരാണല്ലോ, അവർക്കാ കൂടുതൽ അറിയുന്നത്. നമ്മൾ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അതിനുവേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ സ്വാഗതം. പക്ഷെ ഇത് നേരത്തെ ആവണമായിരുന്നു. 9 വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഞാൻ വിവാദത്തിനൊന്നും ഞാനില്ല. നമുക്കിപ്പോൾ ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് നമ്മളതിനെ എടുക്കുന്നു. അത് ആ സ്പിരിറ്റിൽ തന്നെ എടുക്കുന്നു. പക്ഷെ അതിനകത്ത് ഒരു ചെറിയൊരു, പക്ഷെ അത് കുഴപ്പമില്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശത്തോടെ സിൽവർ ലൈൻ വീണ്ടും ചർച്ചയാകുന്നു. സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും ആശയവിനിമയം തുടരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം കേരളത്തിൽ വേഗമേറിയ റെയിൽ വേണമെന്ന് മാത്രമാണെന്നായിരുന്നു BJP നേതാവ് വി മുരളീധരന്റെ പ്രതികരണം. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലായിരുന്നു സിൽവർ ലൈനിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശം. സിൽവർ ലൈൻ യാത്രാ സമയം കുറയ്ക്കുമെന്ന് മന്ത്രി. Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ. സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും ആശയവിനിമയം തുടരുന്നു. ചില കാര്യങ്ങളിൽ റെയിൽവേയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അന്തിമ തീരുമാനം വിശദ പഠനത്തിന് ശേഷമെന്നും മന്ത്രി. We have been in dialogue with the state for a long time. That's what I said. But the project will be coming up, but some queries are there.
railways has raised some queries once we sort out all of that. എന്നാൽ സിൽവർ ലൈൻ പദ്ധതി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് BJP സംസ്ഥാന നേതൃത്വം. പീയൂഷ് ഗോയലിന്റെ പരാമർശത്തോട് BJP നേതാവ് വി മുരളീധരന്റെ പ്രതികരണം ഇതായിരുന്നു. പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കേരളത്തിൽ വേഗതയുള്ള തീവണ്ടി സർവീസ് വേണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പൊ നൽകിയിട്ടുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥമെങ്കിൽ റെയിൽവേ മന്ത്രിയും റെയിൽവേ വകുപ്പും നൽകിയിട്ടുള്ള ഉത്തരത്തിന് അപ്രസക്തമല്ലേ? സിൽവർ ലൈൻ പദ്ധതിയിൽ സമവായത്തിനായി കേരളയിലും റെയിൽവേയുമായി നേരത്തെ നടന്ന ചർച്ചയിൽ രൂക്ഷമായ തർക്കമുണ്ടായിരുന്നു. ഗേജ്, വേഗം എന്നിവ സംബന്ധിച്ചാണ് അനിശ്ചിതത്വം. 24 കൊച്ചി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് രാഷ്ട്രീയ പിന്തുണ പ്രഖ്യാപിച്ച് KPCC. ഐക്യദാർഢ്യവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ സമരപന്തലിലെത്തി. ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. അനിശ്ചിതകാലത്തേക്ക് സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കുകയാണ് ആശാ വർക്കേഴ്സ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിയിരുന്ന ആശാ വർക്കേഴ്സ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടന്നത്. മിനിസ്റ്റർ സമരത്തിന് വരുമ്പം ഇതുപോലെ ഇരിക്കാൻ തയ്യാറായി വരണം. ഞങ്ങൾ പോകാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ നമ്മൾ ആവശ്യപ്പെടുന്നത് നേടിയെടുക്കുന്നതുവരെ അവിടെ ഇരിക്കാൻ മിനിസ്റ്ററും റെഡിയാകണം. ഞങ്ങൾ റെഡിയാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും പണം ലഭിക്കാതിരുന്നിട്ടും സംസ്ഥാന സർക്കാർ പണം നൽകി. സമരം ചെയ്യുന്നവരെ കുറ്റം പറയാനില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. സമരം ചെയ്യുന്നവരുടെ കാര്യത്തിലൊന്നും നമുക്ക് വേറെ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. അവരെ എന്തെങ്കിലും കുറ്റം പറയാനൊന്നുമില്ല. എന്നാൽ ഇക്കാര്യത്തിനകത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ചർച്ച വിളിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങൾ പരിഹരിച്ചു. പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ സമരപന്തലിലെത്തി. ഞങ്ങൾ എന്തിനും ഇവരെ കൂടെ നിൽക്കും, എന്തിനും കൂടെ നിൽക്കും. തോമസ് മാഷ്ക്ക് 5 ലക്ഷം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ ഈ പാവം ആശാ ജീവനക്കാർക്ക് ഇവർക്ക് ജീവിക്കേണ്ട ഒരു വരുമാനം കൊടുക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ? കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ ആശാ വർക്കേഴ്സ് പിച്ചയെടുത്ത് പ്രതിഷേധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടും മന്ത്രിയുടെ വീട്ടിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തി. മന്ത്രിയുടെ വസതിക്ക് സമീപത്ത് വെച്ച് മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ പോകാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പ്രകോപനമില്ലാതെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെന്ന് പ്രവർത്തകർ ആക്ഷേപിച്ചു. ഏറെ നേരം റോഡ് ഉപരോധിച്ച ശേഷമാണ് പ്രവർത്തകർ മടങ്ങിയത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. അർബുദബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിൽ മറ്റന്നാൾ ഉച്ചയ്ക്കാണ് സംസ്കാരം. CPIMന്റെ കോട്ടയം ജില്ലയിലെ പ്രധാന മുഖങ്ങളിലൊരാളെയാണ് അപ്രതീക്ഷിതമായി നഷ്ടമായിരിക്കുന്നത്. ആകസ്മികവും ഞെട്ടിക്കുന്നതുമായ വാർത്തയാണ് കേൾക്കേണ്ടി വന്നത്. പാർട്ടിയുടെ നല്ലൊരു വാഗ്ദാനവുമായിരുന്നു സഖാവ് റസൽ. നമ്മളാരും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുക. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും VN വാസവൻ മത്സരിച്ചപ്പോൾ റസലാണ് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നത്. തുടർന്ന് 2022 നടന്ന ജില്ലാ സമ്മേളനത്തിൽ റസൽ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. യുവജന സമരങ്ങളിലൂടെയാണ് AV റസൽ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്. DYFI ചങ്ങനാശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി ആയതോടെ നേതൃരംഗത്തെത്തി. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവും 7 വർഷം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. CITU ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1981 CPIMൽ അംഗമായ റസൽ 12 വർഷം ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്തിരുന്നു. 28 വർഷമായി ജില്ലാ കമ്മിറ്റി അംഗമാണ്. 15 വർഷത്തിലേറെയായി ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട്. 2006 ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന്റെ CF തോമസിനോട് പരാജയപ്പെട്ടു. 2000-2005 കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചു. 24 കോട്ടയം. SFI സംസ്ഥാന നേതൃത്വത്തിന് പുതിയ അമരക്കാർ. ആലപ്പുഴയിൽ നിന്നുള്ള M ശിവപ്രസാദിനെ പ്രസിഡന്റായും കണ്ണൂരിൽ നിന്നുള്ള PS സഞ്ജീവിനെ സെക്രട്ടറിയായും സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. ക്യാമ്പസുകളിലെ റാഗിങ്ങിനെതിരെ SFI ബോധവൽക്കരണം നടത്തുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പറഞ്ഞു. PM ആർഷയ്ക്കും K അനുശ്രീക്കും പകരം സഞ്ജീവും ശിവപ്രസാദും SFI നേതൃത്വം ഏറ്റെടുത്തു.
പുതിയ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പദത്തിൽ നിന്നാണ് M ശിവപ്രസാദ് പുതിയ പ്രസിഡന്റായത്. SFIയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടപെടൽ നടത്തുമെന്ന് ഇരുവരും പറഞ്ഞു. ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് SFIയെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ ആവശ്യകരമായിട്ടുള്ള ഇടപെടൽ ഈ സംസ്ഥാന കമ്മിറ്റി നടത്തും. പുതിയ കാലത്ത് സംഘടനാ പ്രവർത്തനം ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ നന്നായി രാഷ്ട്രീയം പറഞ്ഞ് സംഘടിപ്പിക്കാൻ ആവുന്ന നിലയിലുള്ള പരിപാടികളുമായി SFI ക്യാമ്പസുകളിൽ മുന്നോട്ട് പോകും. റാഗിംഗ് ഉൾപ്പെടെ ഉയർന്ന വിവാദങ്ങളെ നേരിടാൻ SFI മുൻ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചതായി CPM നേരത്തെ വിലയിരുത്തിയിരുന്നു. റാഗിങ്ങിനെ സാമാന്യവൽക്കരിക്കുന്ന പ്രവണത നാട്ടിലുണ്ടെന്നും അത് മാറ്റാൻ ബോധവൽക്കരണം നടത്തുമെന്നും VP സാനു പറഞ്ഞു. റാഗിങ്ങിനെതിരായിട്ടുള്ള സിനിമകൾ, റാഗിങ്ങിൻ്റെ അപകടം വിളിച്ചു പോകുന്ന സിനിമകളൊക്കെ മുമ്പ് വന്നിരുന്നു. പക്ഷേ ഇതൊരു നോർമൽ സാധനമാണ്, ഒരു ക്യാമ്പസായാൽ നടക്കേണ്ട ഒന്നാണ് എന്നുള്ള ഒരു നോർമലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഒരു സാമാന്യവൽക്കരണം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് ബോധതലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. ഭാരവാഹികളുടെ പ്രായപരിധി 27 വയസ്സ് എന്ന നിലയിൽ കൂടിയാണ് മുൻ നേതൃത്വം സ്ഥാനമൊഴിയേണ്ടി വന്നത്. 24 തിരുവനന്തപുരം. കണ്ണൂർ തലശ്ശേരിയിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ CPIM പ്രവർത്തകർ മോചിപ്പിച്ചു. മണോളിക്കാവിലെ ഉത്സവത്തിനിടെ ആക്രമണം നടത്തിയ പ്രതിയെയാണ് പോലീസുകാരെ പൂട്ടിയിട്ട് മോചിപ്പിച്ചത്. സംഭവത്തിൽ 55 CPIM പ്രവർത്തകർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു. പോലീസിനെ ആക്രമിച്ച കേസിൽ തിരുവാങ്ങാട് സ്വദേശി ലിനേഷ് അറസ്റ്റിലായി. തലശ്ശേരി മണോളിക്കാവിലെ ഉത്സവത്തിനിടെ CPIM BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. ആചാരപരമായ ചടങ്ങുകൾക്കിടെ CPIM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് BJP പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് വഴിമാറിയത്. സംഘർഷം തടയാൻ ശ്രമിച്ച പോലീസുകാരെ CPIM പ്രവർത്തകർ ആക്രമിച്ചു. തലശ്ശേരി SI അഖിൽ TK അടക്കം 4 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ 27 CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ് അറസ്റ്റിന് ശ്രമിക്കവേ വീണ്ടും സംഘർഷം. പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് CPIM പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. എന്നാൽ സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും പോലീസുമായി യോജിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ. രാഷ്ട്രീയമായി എന്തെങ്കിലും പോലീസുമായി CPIM ഒരു തർക്കത്തിൽ ജില്ലയിലില്ല എങ്കിലല്ലേ രാഷ്ട്രീയമായ ഒരു ഇതായിട്ട് പറയേണ്ടത്. പോലീസിനോടൊരു രാഷ്ട്രീയ വിരോധം ഉണ്ടാവേണ്ടത്. പോലീസ് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കയ്യേറ്റം ചെയ്യൽ, കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം 55 CPIM പ്രവർത്തകർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 കണ്ണൂർ. കോഴിക്കോട് കട്ടിപ്പാറയിൽ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ആത്മഹത്യയ്ക്ക് ഉത്തരവാദി മാനേജ്മെന്റ് എന്ന് DYFI ആരോപിച്ചു. സംഭവത്തിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളിലെ നിയമനത്തിന് കോഴ നൽകിയെന്ന് കുടുംബം പോലീസിന് മൊഴി നൽകി. 5 വർഷമായി വേതനമില്ലാത്തത് മാനസികാവസ്ഥയെ ബാധിച്ചെന്നും മൊഴിയിൽ പറയുന്നു. അധ്യാപിക അലീന ബെന്നിയുടെ ആത്മഹത്യയിൽ മാനേജ്മെന്റിനും വിദ്യാഭ്യാസ വകുപ്പിനുമെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ സംഭവത്തിന് ഉത്തരവാദി മാനേജ്മെന്റ് മാത്രമാണെന്നും സർക്കാരിനെ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണ് എന്നും DYFI ആരോപിച്ചു. അധ്യാപികയുടെ സ്ഥിര നിയമനവുമായി ബന്ധപ്പെട്ട് മതിയായ രേഖകൾ മാനേജ്മെന്റ് സർക്കാരിന് നൽകിയില്ല. സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് DYFI കട്ടിപ്പാറയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അപ്പോൾ ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ഈ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് സമർപ്പിക്കുന്ന കാര്യത്തിൽ മാനേജ്മെന്റിന് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രതിഷേധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കും. ഞങ്ങൾ DGPക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഇത് സംബന്ധിച്ച പരാതി, മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച പരാതി നൽകണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. അങ്ങനൊരു സംഭവത്തിലേക്ക് അവരെ നയിച്ചതിന് വിദ്യാഭ്യാസ വകുപ്പിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അക്കാര്യം വളരെ സൂക്ഷ്മമായും സമഗ്രമായും പരിശോധിച്ച് 2 ആഴ്ചയ്ക്ക് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അലീനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ശമ്പളം ലഭിക്കാത്ത വിഷമത്തിലാണ് അധ്യാപിക ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കൾ നൽകിയ മൊഴി. 24 കോഴിക്കോട്. രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ കേരളത്തിന് ആശംസയുമായി മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ. രഞ്ജി ട്രോഫി നേടാൻ കേരളത്തിനാകട്ടെ എന്ന് സുനിൽ ഗവാസ്കർ പറഞ്ഞു. ഇത്തവണ കേരളം കപ്പ് നേടണമെന്നാണ് ആഗ്രഹമെന്നും സുനിൽ ഗവാസ്കർ. So today is not only a truly memorable day for me, I think
it is an even more memorable day for Kerala, for the Ranji Trophy team to have come to the final of the Ranji Trophy. They will go on, Kerala will go on to win the Ranji Trophy for the first time. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം RTO TM ജേഴ്സനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഗതാഗത കമ്മീഷണറുടെ ശുപാർശയിലാണ് നടപടി. ജേഴ്സനെ 4 ദിവസത്തെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു. ബസ് പെർമിറ്റിന് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് RTO വിജിലൻസ് കസ്റ്റഡിയിലായത്. പിന്നാലെ RTOയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 84 ലക്ഷം രൂപയുടെ നിക്ഷേപരേഖകളും അനധികൃതമായി സൂക്ഷിച്ച 49 കുപ്പി വിദേശ നിർമ്മിത വിദേശ മദ്യവും വിജിലൻസ് പിടികൂടി. അനധികൃത സ്വത്ത് സമ്പാദന നടത്തിയിട്ടുണ്ടോ എന്നും അഴിമതിയുടെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് പരിശോധിക്കണമെന്നും വിജിലൻസ് കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെട്ടു. അതേസമയം പാലക്കാട് ആർത്തിയായിരുന്നപ്പോൾ ജേഴ്സൺ കൈക്കൂലി പണത്തിൽ വിഹിതം കൈപ്പറ്റിയതായി വിജിലൻസ് കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് ജേഴ്സൺ വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയാകുന്നത്. 24 കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. ചികിത്സ പൂർത്തിയാകും മുമ്പേ മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പള്ളിയിലെ കാട്ടാന ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സ നടത്തിവരുന്നതിനിടെയാണ് ആന ചരിഞ്ഞത്. ബുധനാഴ്ചയാണ് മയക്കുവെടി വെച്ച് പിടികൂടിയ കൊമ്പനെ കോടനാട്ടേക്ക് മാറ്റിയത്. പ്രയത്നങ്ങൾ വിഫലം. മസ്തകത്തിലെ ആഴമേറിയ മുറിവുമായി ദുരിതനാളുകൾ താണ്ടിയ അതിരപ്പള്ളിയിലെ കാട്ടുകൊമ്പൻ ചരിഞ്ഞു. കൊമ്പന്റെ ദുരിതം 24 പുറത്തു കൊണ്ടുവന്നതോടെയായിരുന്നു പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം. ബുധനാഴ്ച മയക്കുവേടി വെച്ച് പിടികൂടിയ കൊമ്പനെ എറണാകുളം കോടനാട് അഭയാരണ്യത്തിലെത്തിച്ചിരുന്നു. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ കൊമ്പന് ചികിത്സ നടത്തിവരികയായിരുന്നു. കോടനാട് എത്തിച്ച ശേഷം ആന വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും തുടങ്ങിയിരുന്നു. ഇതിനു പിന്നാലെ ആരോഗ്യനില വഷളായി. കൊമ്പനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പൊതുവെ ഉണ്ടായതിനിടയിലാണ് നിരാശാജനകവും വേദനാജനകവുമായ ഈ സംഭവം ഉണ്ടായത്. വനം വകുപ്പും ആ മൃഗ ഡോക്ടർമാരും വളരെ കരുതലോടെയും വളരെ ആത്മാർത്ഥമായാണ് ഈ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത് വലിയൊരു കഷ്ടമായിപ്പോയി. മസ്തകത്തിലെ വ്രണത്തിലൂടെയാണ് ആന ശ്വാസം എടുത്തിരുന്നത് എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. 24 കൊച്ചി. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടുകൊമ്പന്റെ ദുരവസ്ഥ 24 ആണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് തുടർ വാർത്തകളും മുറിവേറ്റ് ദുരിതം നിറഞ്ഞ ആനയുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. ആനയെ പിടികൂടി ചികിത്സിക്കുന്നതിലേക്ക് നയിച്ചതും 24 ഇടപെടലുകളായിരുന്നു. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടുകൊമ്പന്റെ വാർത്ത 24 പുറത്തുവിട്ടത് ജനുവരി 15-ന്. വെടിയുണ്ട തളച്ചതിന് സമാനമായ മുറിവാണെന്നും ചികിത്സ അനിവാര്യമെന്നുമായിരുന്നു റിപ്പോർട്ട്. തൊട്ടുപിന്നാലെ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന വിശദീകരണവുമായി വനംവകുപ്പ് രംഗത്തെത്തി. 3 ദിവസങ്ങൾക്കിപ്പുറം മുറിവിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതോടെയാണ് ഡോക്ടർ അരുൺ സക്രിയ അതിരപ്പള്ളിയിലേക്ക് എത്തിയത്. പിന്നാലെ ആനയെ മയക്കുവെടി വെച്ച് സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തി ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയച്ചു. അന്നും ആനയെ പിടികൂടി ചികിത്സിക്കണമെന്ന ആവശ്യമുയർന്നു. തുടർ നിരീക്ഷണമുണ്ടാകുമെന്ന് വനംവകുപ്പ് അറിയിച്ചെങ്കിലും പിന്നീട് നിരീക്ഷണവും ഉണ്ടായില്ല. അതിനിടയിൽ ആനയുടെ മുറിവിൽ പുഴുവരിച്ചു. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ വീണ്ടും 24 പുറത്തുവിട്ടതോടെ ആനയെ പിടികൂടി ചികിത്സിക്കാൻ ഉത്തരവിറങ്ങി. കൂടടക്കം ഒരുക്കിയെത്തിയപ്പോഴേക്കും കാട്ടുകൊമ്പന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ. 30% സാധ്യത മാത്രം മുൻനിർത്തിയാണ് വനംവകുപ്പ് ദൗത്യം ആരംഭിച്ചത്. മയക്കുവെടിയേൽക്കുന്ന സമയത്ത് ചാലക്കുടിപ്പുഴ മുറിച്ചു കടന്ന കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി കൊമ്പുകൊണ്ട് തള്ളിയാണ് പുഴ കടത്തിയത്. പിന്നാലെ ആനയെ ഏഴാറ്റുമുഖം ഗണപതി ചേർത്തു നിർത്തുന്ന സൗഹൃദ കാഴ്ചയ്ക്ക് അതിരപ്പള്ളി സാക്ഷ്യം വഹിച്ചു. കാടിന്റെ കരുതലിനും നീതിക്കുമപ്പുറം നാടിന്റെ കരുതലും നീതിയും കൊതിച്ചൊരു കൊമ്പനാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. തൃശൂരിൽ നിന്നും സൂരജ് സജി, 24. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ ഭൂമി കണ്ടുകെട്ടാൻ നീക്കം. ഭൂമി കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകി. അനന്തകൃഷ്ണൻ ഭൂമി വാങ്ങിയത് തട്ടിപ്പ് പണയം ഉപയോഗിച്ചെന്ന്
ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് BJP നേതാവ് AN രാധാകൃഷ്ണന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി. ആദ്യഘട്ടത്തിൽ അനന്തുകൃഷ്ണന്റെ കുടയത്തൂരിലെ ഭൂമിയാണ് കണ്ടുകെട്ടുക. 1.50 കോടി രൂപയോളം വിലമതിപ്പുള്ള ഭൂമിയാണിത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയതാണെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കണ്ടുകെട്ടാനുള്ള ക്രൈംബ്രാഞ്ച് ശ്രമം. 2 കോടി മുടക്കി അനന്തുകൃഷ്ണൻ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ വാങ്ങിയിട്ടുള്ള 5 ഭൂമികൾ കൂടി കണ്ടുകെട്ടാനുള്ള നടപടികളും ക്രൈംബ്രാഞ്ച് സ്വീകരിക്കും. 2ാം ഘട്ടത്തിലാവും ആനന്ദകുമാറിലേക്ക് അന്വേഷണം എത്തുക. ഹൈക്കോടതിയിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാലുടൻ നോട്ടീസ് നൽകി വിളിച്ചുവരുത്തും. പല കേസുകളിലും 1ാം പ്രതിയായതിനാൽ അറസ്റ്റുണ്ടാകും. അതിനിടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് BJP നേതാവ് AN രാധാകൃഷ്ണന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി ലഭിച്ചു. കോൺഗ്രസ് നേതാവ് VR അനൂപാണ് പരാതി നൽകിയത്. 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുൻപായി ഉപയോഗിക്കണമെന്ന നിലപാടിലൂടെ കേന്ദ്ര സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹൈക്കോടതി. കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുൻപായി ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ പ്രായോഗികമല്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ തുക വിനിയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം കോടതിയിൽ ഫയൽ ചെയ്യേണ്ടതല്ലേ എന്ന് സംസ്ഥാന സർക്കാരിനോട് കോടതി ചോദിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്ന് പൂർത്തിയാകുമെന്ന് സംസ്ഥാനത്തിന് ധാരണ വേണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ലയങ്ങളിൽ നിന്ന് കുടിയൊഴിയാൻ തൊഴിലാളികൾക്ക് ഉടമകളുടെ നോട്ടീസ്. 2 ദിവസത്തിനകം ഒഴിയണമെന്നാണ് നോട്ടീസ്. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാതെ ഒഴിഞ്ഞു പോകില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. ലയങ്ങളിൽ കഴിയുന്ന 15 കുടുംബങ്ങൾക്കാണ് നിലവിൽ കുടിയൊഴിക്കൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. 2 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 19-നാണ് നോട്ടീസ് ലഭിച്ചത്. ഈ ഭൂമി പുനരധിവാസത്തിന് ഞങ്ങൾ അതിനെതിരല്ല, പക്ഷെ ഞങ്ങളെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. ഈ തൊഴിലാളികളായ ഞങ്ങളെ കൊണ്ട് എന്താണ് കണ്ടിട്ടുള്ളത്? ഞങ്ങൾക്കുള്ള ആനുകൂല്യം 14 വർഷമായിട്ട് PF പോലും അടച്ചിട്ടില്ല. 3 മാസമായി ശമ്പളം നൽകിയിട്ടില്ല. 10 വർഷത്തിലേറെയായി പ്രൊവിഡന്റ് ഫണ്ട് അടച്ചിട്ടില്ല. തൊഴിലാനുകൂല്യങ്ങൾ ഒന്നും നൽകാതെ കുടിയൊഴിഞ്ഞു പോകില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. മാനേജ്മെന്റ് ഇതുവരെ നമ്മളോടൊരു ഒരു ചർച്ച ഞങ്ങൾ നടത്തിയില്ല. മാനേജ്മെന്റ് ആരും ചർച്ച നടത്തിയില്ല. ഭരണകൂടങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല ഇതുവരെ. ഇപ്പൊ പെട്ടെന്ന് നോട്ടീസ് തന്നിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് അറിയുമ്പോൾ അത് പാകമല്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തെ സ്വാഗതം ചെയ്യുമ്പോഴും തൊഴിലവകാശങ്ങൾ പോലും നൽകാൻ തയ്യാറാകാത്ത മാനേജ്മെന്റിനെതിരെ സമരത്തിനൊരുങ്ങുകയാണിവർ. വിഷയത്തിൽ സർക്കാർ ഇടപെടണം. ഞായറാഴ്ച യോഗത്തിനു ശേഷം തുടർ നടപടികൾ ആലോചിക്കാനാണ് ഇവരുടെ തീരുമാനം. 24 വയനാട്. കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി വിട്ട കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും CPIM-ൽ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ബാങ്ക് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ സ്വീകരിച്ചു. കോൺഗ്രസ് വിമതരായി മത്സരിച്ച് ജയിച്ച് 7 ബാങ്ക് ഡയറക്ടർമാരിൽ 2 പേരെ മാത്രമാണ് CPIM-ൽ എത്തിക്കാനായത്. കോൺഗ്രസ് നേതാവായിരുന്ന ബാങ്ക് ചെയർമാൻ GC പ്രശാന്ത് കുമാർ നേതൃത്വത്തിലുള്ളവരെ സ്വീകരിക്കാൻ വമ്പൻ സമ്മേളനമാണ് CPIM കോഴിക്കോട് കോട്ടൂടിയിൽ ഒരുക്കിയത്. കോൺഗ്രസ് വിട്ടുവന്നവരെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേതൃത്വത്തിൽ സ്വീകരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് CPIM എന്ന് MV ഗോവിന്ദൻ. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ദിശാബോധത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ നിർബന്ധ ബുദ്ധി കാണിച്ചതാണ് കോൺഗ്രസിൽ നിന്ന് ഇവരെ വ്യതിരിക്തമാക്കുന്നത്. ഈ അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന കേരളത്തിലെ പാർട്ടി ഏതാണ് എന്ന ചോദ്യത്തിന് പ്രബലമായ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ചവർ രൂപീകരിച്ച ചേവായൂർ ബാങ്ക് സംരക്ഷണ സമിതിയിലെ 7 പേരാണ് കഴിഞ്ഞ നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബാങ്ക് ഡയറക്ടർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസ് നേതാവായിരുന്ന ബാങ്ക് ചെയർമാൻ GC പ്രശാന്ത് കുമാർ നേതൃത്വത്തിൽ ബാങ്ക് സംരക്ഷണ സമിതിയെ പൂർണ്ണമായും CPIM-ൽ എത്തിക്കാനായിരുന്നു നീക്കം. എന്നാൽ 2 ഡയറക്ടേഴ്സ് മാത്രമാണ് CPIM-ൽ ചേർന്നത്. മറ്റുള്ളവർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കോൺഗ്രസ് നേതൃത്വം ഉറ്റുനോക്കുന്നത്. പാർട്ടിയുമായി ഉടക്കി നിൽക്കുന്നവർ CPIM-ൽ ചേരുന്ന തടയാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇടപെട്ടിരുന്നു. ബാങ്കിൽ പുതുതായി ജോലി ലഭിച്ച ആളുകളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയാണ് CPIM-ൽ എത്തിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. 24 കോഴിക്കോട്. ഇന്ത്യയിൽ സാംസങ് ഗാലക്സി ഫ്ലാഗ്ഷിപ്പ് സീരീസ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയതിനുള്ള പുരസ്കാരം മൈജിക്ക്. ഗോവയിൽ നടന്ന ഗാലക്സി സ്റ്റാർ ഓഫ് കോൺക്ലേവിൽ മൈജി ബിസിനസ് ഹെഡ് സിജോ ജെയിംസ്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ മുഹമ്മദ് റബിൻ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രമുഖ പ്രവാസി വ്യവസായി സൈനുൽ ആബിദിനെ കുറിച്ച് സുഹൃത്തുക്കൾ എഴുതിയ സൈനുൽ ആബിദീൻ എന്ന സൗഹൃദ നിലാവൊളി എന്ന പുസ്തക പ്രകാശനം ചെയ്തു. സ്പീക്കർ AN ഷംസീർ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പുസ്തകം ഏറ്റുവാങ്ങി.
പ്രമുഖ പ്രവാസി വ്യവസായിയും സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിലെ സജീവ സാന്നിധ്യവും സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ സൈനുൽ ആബിദിൻ സഫാരിയെക്കുറിച്ചുള്ള സൈനുൽ ആബിദിൻ എന്ന സൗഹൃദ നിലാവളി എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത്. മത, സാമുദായിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ചടങ്ങ് അതിരുകൾ ഭേദിച്ച് സൗഹൃദ സംഗമമായി മാറി. സ്പീക്കർ AN ഷംസീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്തു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പുസ്തകം ഏറ്റുവാങ്ങി. സുപ്രഭാതം മാനേജിംഗ് എഡിറ്റർ TP ചെറുപ്പ ആമുഖ പ്രഭാഷണം നടത്തി. ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. 24 കോഴിക്കോട്. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.